അങ്ങനെ ഇതാക്കണം അടപടലം മൂഞ്ചി പോയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ. വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇന്നലെ ഏതായാലും നമ്മളെ വീഡിയോ ഇട്ടിട്ടില്ലേന്നല്ലോ. അങ്ങനെ എന്താ ഇപ്പോൾ വിഷയം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, വൈകുന്നേരം ഇതാക്കണം നമ്മൾ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയാണ്ട് ഉഷാറായിട്ട് ഇങ്ങനെ നീച്ച് വന്നതാണ് കേട്ടോ. ഈ ഒരു നേരത്ത് ഇവിടെ ഭയങ്കര കാറ്റാണ്, എന്ത് ഉഷാറും കാറ്റാണ് കേട്ടോ. നല്ല സുഖമാണ് ഈ അടുക്കളപ്പുറത്ത് കുത്തിരിക്കാനായിട്ട്. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതാക്കണം, ഞാൻ രാവിലെ മുതലേ 2 ദിവസം മുന്നേ മുതലേ ഇതാക്കണം ഇങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നിട്ടത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഈ ഒരു മൂഞ്ചിപ്പോയി ഒരു കഥ പറയാനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച മാർക്കൊന്നും ആ ഒരു സംഗതി അങ്ങോട്ട് നടന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ ഇതാക്കണം, എന്താ ഇപ്പോൾ സംഭവം ചോദിച്ചാൽ ഇങ്ങോട്ട് പോന്നോളിട്ടെ, ഞാൻ ഇങ്ങോട്ട് വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നം കൂടി അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ ഇതാ വൈകുന്നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇതാ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടോ. ഇനിയിപ്പോൾ ചായയും കടിയും അടുത്ത അടുക്കളത്തെ പരിപാടികൾ ഒതുക്കാനില്ല നേരെ അയക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇതാക്കണം ആ അടുക്കളപ്പണി ഇതാക്കണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടേന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ സംഗതി. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇതാക്കണം വിചാരിച്ചത് തന്നെ എപ്പോഴും ഇങ്ങനെ നടക്കണം എന്നില്ലല്ലോ അല്ലേ. അങ്ങനെയല്ലല്ലോ, നമ്മൾ പഠിച്ചവനൊന്നല്ലല്ലോ. അപ്പോൾ ഇതാക്കണം മുഖമൊക്കെ കഴുകിയിട്ട് ഇതാക്കണം ഇവിടെ തന്നെ അങ്ങനെ വന്നിരിക്കട്ടോ. ആ പ്ലാനിങ്ങിൽ തന്നെയാണ് ഈ ഒരു ഇരുത്തൊക്കെ ഇരിക്കണത്. അതായിട്ട് ഇതാക്കണം, അത് കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറും പ്ലാനിങ് തന്നെയാണ് ഈ ഒരു ഇരുത്തങ്ങോട്ട് ഇരിക്കണത് കേട്ടോ. അപ്പോഴൊന്നും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പം വരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആകും എന്നുള്ളത്. അപ്പോൾ അതാ വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബീറ്ററും കുത്തിപ്പിടിച്ച് കുത്തിരിക്കണത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ പിന്നെ എന്തും കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് കോൾഡ് കോഫി കണ്ടത് കേട്ടോ. അപ്പോൾ കോൾഡ് കോഫിയൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നാണ്. അപ്പോൾ ഏതായാലും ഞാൻ പാലൊക്കെ കൊണ്ടുവച്ച് സെറ്റപ്പായി ഇങ്ങനെ നിന്ന് കേട്ടോ. അതിൽ പിന്നെ കാപ്പിപ്പൊടി നോക്കിയപ്പോൾ അമ്മ തന്നുന്ന ബ്രൂ ഉണ്ട് കേട്ടോ. ബ്രൂവിൻ്റെ ആ കോഫി പൗഡർ ഇല്ല, അതുണ്ട്. അപ്പോൾ അതിനോണ്ടാകുമ്പോൾ ഉഷാറാകുമല്ലോ അല്ലേ. അപ്പോൾ അതിനോണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതിൽ പിന്നെ ഉണ്ണിമോൾ വണ്ടി വന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതാക്കണോൾ ഉണ്ടാക്കാന്നില്ല പറഞ്ഞ ആ ഒരു ഉടമ്പടിയിലാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കൽ തുടങ്ങിയിരിക്കണത്. അതിൽ ഞാനിതങ്ങനെ പറഞ്ഞു കൊടുക്കണത് 2-3-4 സ്പൂൺ ഇട്ടളാ ബ്രൂ കോഫീൻ്റെ പൗഡർ ഇട്ടളാ നല്ല ടേസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മക്കൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഓൽക്കൊരു ഇടങ്ങേറല്ലേ. അപ്പോൾ ഓൽക്കും തന്നെ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമാവുന്ന ആ ഒരു കാര്യങ്ങൾ പോലെ ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ തന്നെ ഒരു 3 സ്പൂൺ നമ്മൾ ബ്രൂ കോഫി ഇട്ടിക്കണം കേട്ടോ. അതേമാതിരി തന്നെ ഒരു 1.5 സ്പൂണ് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിക്കണം. പിന്നെ നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് ബീറ്റൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ 37 ഇതാക്കണത് നല്ല പോലെ പഞ്ചസാര ഇട്ട് തന്നെ നമ്മൾ പറഞ്ഞ കണക്കൊന്നും അല്ല. ഇങ്ങനെയുണ്ടല്ലോ ഇത്രയും ആണാവും. ഇപ്പം അത് കളഞ്ഞ് എന്നെ കൊണ്ട് കിട്ടുന്നതാണോ അതൊക്കെ. അപ്പോൾ കുറച്ച് വയ്ക്കാൻ പറഞ്ഞ ലോഡാണ്ട് വെച്ചല്ല ഞാൻ ഇതായി കിട്ടുകയാവും. നമുക്ക് ശരിയപ്പം ശരിയാക്കി തരാന്ന് അടിഞ്ഞു. ഇതിവിടെ വെച്ചിട്ട് അടിക്ക് കാട്ടി എനിക്കറിയാത്ത കേടുണ്ടാവില്ല, എനിക്കറിയാം. ഗ്ലാസ് പൊട്ടിക്കരുത് എങ്ങനെയില്ല. എനിക്കറിയോ അല്ല എനിക്കറിയുമല്ലോ, എനിക്കറിയുന്നില്ലേ. കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ട് ലോഡ് അത് കണ്ട ആ ബ്ലേഡ് ഒന്നായിട്ട് ഇതാവും. അതൊക്കെ ഇപ്പം ആകെ ചിന്തി ഇവിടെ ആകെ ചിന്തി. കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോൾ ലോഡ് വെള്ളം ഒഴിച്ചിരുന്നോളൂ. ഇവിടുത്തെ കിടക്കേ എല്ലാവരും അവിടെ അതിൽ ചെന്നിട്ടാണ് ഓണാക്കുന്നത്. ഒരു ഓണാക്കിയിട്ട് അതിൽ ചെന്നത് എന്നിട്ടൊക്കെ പഴ തെറിച്ച് പോയി. ഇത് കൂടെ ഒക്കെ നോക്കും. ഇതാണിപ്പോൾ മക്കളൊക്കെ കൂട്ടിയാലൊരു സുയിപ്പ് ഇത് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ആകെപ്പാടെ നിലത്ത് കൂടെ ഒക്കെ ആകെപ്പാടെ പഞ്ചസാരയും കോഫി പൗഡറും ഒക്കെ പാടെ അങ്ങോട്ട് ചിന്തിയും ചെയ്ത് ഇനിയിപ്പോൾ അവിടെ ആകെ ഉറുമ്പ് ഇതാകും. ഇനിയിപ്പോൾ അതൊന്ന് തുടച്ചെടുത്തിട്ടൊക്കെ വേണം. ഇതാണ് ഇവരൊക്കെ ഒന്ന് ഒപ്പം കൂട്ടിയാലില്ല സുയിപ്പ് അറിയുന്നതാണ്. അങ്ങനെ ഏതായാലും എന്താ ബീറ്റ് ചെയ്ത് നല്ല ഉഷാറായിട്ട് സ്പോഞ്ച് പോലെ ആയിക്കണം കേട്ടോ. നല്ലൊരു സ്മൂത്തി പോലെ ആയിക്കണം. അപ്പോൾ അത് ഇതാക്കണം. ഇങ്ങനെയാണ് കോൾഡ് കോഫി ഉണ്ടാക്കുക കേട്ടോ.
അപ്പോൾ തണുത്ത കാപ്പിച്ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇതാക്കണം നല്ല ഉഷാറ നല്ല നമ്മൾ ഐസും കട്ട അങ്ങോട്ട് എടുത്തു വന്നിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലാണ് വെച്ചത്. പൊതുവേ ഇവിടെ അങ്ങനെ തണുത്ത വെള്ളമൊന്നും അങ്ങനെ വെക്കലില്ല കേട്ടോ. ചൂടുവെള്ളം കൊണ്ട് കുടിച്ചോട്ടെ വിചാരിച്ച് ഞാൻ തന്നെ മലപ്പൂർവ്വം വെക്കുക എന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റിൽ പെട്ടെന്നാകുമല്ലോ വിചാരിച്ച് പ്ലേറ്റിൽ വെള്ളം പാർന്നിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനെയാണ് കട്ട കിട്ടിയത്. ഏതായാലും 2-3-4 പീസ് ഐസും കഷ്ണാണ്ട് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ നമ്മൾ ആ ഒരു കോൾഡ് കോഫിൻ്റെ ആ ഒരു മിക്സില്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. നല്ല ഉഷാറായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറേ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ടല്ലോ ഭയങ്കര കയ്പേക്കാരം കേട്ടോ. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം ഇടണത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതാക്കണം ഇതിൽ മധുരം ചേർക്കണില്ല. അപ്പോൾ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാക്കണം നല്ല ഉഷാറ് നല്ലൊരു ക്രീമി ആയിക്കണം. നല്ല കേക്കിലൊക്കെ തേക്കാൻ പറ്റിയ ആ ഒരു ക്രീം പോലെ അങ്ങോട്ട് ആക്കിക്കണം. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കൂടുതലായ ഒരു ചൊയ്യക്കാരം. പിന്നെ ഇതാക്കണം പാലാണ് ചേർത്തിക്കണ്. അപ്പോൾ ഞാനിങ്ങനെ പച്ചപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാനിത് നല്ലപോലെ തിളപ്പിച്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉണ്ണിമോക്ക് ഇതാക്കണം തിളപ്പിച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഓളിതാ പാലൊക്കെ എടുത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിക്കണ്. അപ്പോൾ പിന്നെ തിളപ്പിച്ച് അതൊന്ന് ചൂടാക്കി വരുമ്പോൾ തന്നെ നമ്മളിത് കുടിക്കേണ്ട ആ ഒരു ഇമ്പാണ് പോയി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ പച്ചപ്പാൽ തന്നെ ചേർത്തിട്ട് നന്നായിട്ടാണ് ഇളക്കി യോജിപ്പിച്ചിട്ട്. പിന്നെ അല്ലേ നമ്മൾ ഐസും കട്ടയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല തണുപ്പും ഉണ്ടാവും. അപ്പോൾ അതാക്കണം നല്ല തണുത്ത കോൾഡ് കോഫിയിലെ. അപ്പോൾ അതാണ് ഉഷാറായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നോൽമ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ. അപ്പോൾ നോൽമ്പൊന്ന് തുറക്കാൻ നേരത്ത് ഇതാ തണുത്തത് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. നമ്മളെ പള്ളക്കൊക്കെ എന്തോ ഒരു ആശ്വാസമുള്ളൂ, ചങ്കിനൊക്കെ ഭയങ്കര ആശ്വാസമായിക്കാരം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇതാ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അത് രസമായിക്കാരം, നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ ഇതാക്കണം അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിൽ ഇന്ന് കയറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വേഗം ഞങ്ങൾ പുഴയിൽ പോകാൻ നോക്കട്ടെ കേട്ടോ. രാവിലെ ഒന്നും പുഴയിൽ പോയിട്ടില്ലേന്ന്. അപ്പോൾ ഞങ്ങൾ 2 വക്കൊരു തീരുമാനമുണ്ട്. അപ്പോൾ പുഴയിലൊന്നും പോയി വരട്ടെ ഞാനും മക്കളും കൂടിയാണ്ട്. അപ്പോൾ ഏതായാലും കുറച്ചു നേരം പുഴയിലൊക്കെ ഇരുന്ന് ആക്കം പോലെ തിരുമ്പി കുളിച്ചിട്ട് പോരാ വെച്ചിട്ട് പോണേ. വാ സൂര്യ പുഴയിൽ ഇരിക്കല്ലേ, വാ വാ 2 വക്കരി തിരുമ്പാണ്ട് വേ പോരി. മുന്നെതിരെ നടുവിലൊന്നും തൊട്ടാ ആ ഒന്നിൻ്റെ അപ്പുറത്ത് ഈ സൂര്യൻ്റെ ഇല്ല എല്ലാവരും കുറച്ചൊന്ന് തിരിഞ്ഞാല്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ പാട്ടും പാടിയാണ്ട് ഇവിടെ എത്തിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ നടത്തുള്ളൂ നമ്മളാ ഒരു പുഴയ്ക്ക്. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് പുഴയ്ക്ക് ഒരു 5 മിനിറ്റിൻ്റെ നടത്തം തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണ പുഴയിൽ വന്നപ്പോൾ കുറേ ആൾക്കാരുണ്ട് കുളിക്കാനായിട്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കൽ അത്ര നല്ലതല്ല കേട്ടോ. കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ കുളിക്കാനുണ്ടാവും കേട്ടോ. ഈ പണിക്ക് പോയി വരുന്നവരും കുട്ടികളും മക്കളുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇതാക്കണ ആളൊഴിഞ്ഞൊരു തീരത്ത് കുത്തിരിക്കുക കേട്ടോ. കല്ലൊഴിവില്ല, അതാണ് ഇപ്പോൾ ഈ ഒരു ഇരുന്നിരിക്കണത്. പിന്നെ ഇവിടെ ഇരുന്നിങ്ങനെ കാറ്റുകൊള്ളാനും അതൊരു വേറൊരു സുഖം തന്നെയാണ്. അപ്പോൾ നല്ല രസമാണ്. സൂര്യനെ ഇതാക്കണം ഞാൻ പോട്ടോ എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. കണ്ണനൊക്കെയാണ് കേട്ടോ ആ ഒരു തലകൾ കാണുന്നത്. അങ്ങനെ ഇതാക്കണം നമ്മളെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വിധം നേരം അയക്കണ്. അപ്പോൾ കണ്ണനൊന്നും ഇപ്പോഴും കയറിയിട്ടില്ല കേട്ടോ. ഓനൊക്കെ 5 മണിക്കേറ്റ് വന്നാണ്. ഇപ്പോൾ ഈ ഒരു നേരം പറയുകയാണെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കയറി പോകാനായിക്കണ്. ഇനി ഞങ്ങൾ വേഗം പോട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കും തന്നെ പേടിയാവും, ഇരുട്ടായാലും ഒരു പേടിയാണ് ഇത് കൂടെ നടന്നു പോകാനായിട്ട്. അപ്പം പിന്നെ ഇതാക്കണം കുളിക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. പുഴയിൽ ഇതാക്കണ ഒരു വൈകുന്നേരം രാത്രി നേരത്താണ് ഇഷ്ടംപോലെ ജനങ്ങളുണ്ടാകുക. 2 ബക്കറ്റ് ഇതാക്കണം ഞങ്ങൾ മന്തി പ്രതീക്ഷിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ആ ഒരു മന്തിക്ക് ഇതുവരെ സസ്പെൻസ് ഇട്ട് ഇങ്ങനെ നിർത്തിയതായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ പണിക്ക് പോയപ്പോൾ പറയുന്നുണ്ട് നമുക്ക് വൈകുന്നേരം മന്തി വെക്കണം, മന്തി വാങ്ങണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചിന്തയല്ലല്ലോ മൂപ്പര് ചിന്തിച്ചേ. മൂപ്പര് ഇതാക്കണം നല്ല ഉഷാറായിട്ട് മന്തി കിറ്റും കാര്യങ്ങളൊക്കെ ചിക്കനൊക്കെ വാങ്ങിക്കൊടുന്ന് ഇനിയിപ്പോൾ ഇജ്ജ് വെച്ചോന്നുള്ള മട്ടിലാണ് മൂപ്പര് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ അതല്ലേന്നു അടുക്കളയിൽ തീ മുട്ടണ്ടല്ലോ പുറത്തുനിന്ന് വാങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്. അതാ ഞാൻ പറഞ്ഞ അടപടലം മൂഞ്ചി എന്നുള്ളത്. കാരണം ഞാനിതാക്കണ തീയത്തും വകയിൽ നിൽക്കാതെ നല്ല ഉഷാറായിട്ടൊക്കെ ഒന്ന് അജിനോമോട്ടൊക്കെ തിന്നാലോ വിചാരിച്ചിങ്ങനെ നിന്നതേന്ന്. പക്ഷേ കഴിഞ്ഞില്ല. അപ്പം നീ ലാസ്റ്റ് ഞാൻ തന്നെ വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പം വെക്കല്ലാതെ ഒരു നിർവാഹമില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടേന്ന്. അപ്പം അതുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചെന്ന് കേട്ടോ. എന്തൊക്കെയാണ് വേണം ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു മന്തി വാങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ കോഴി വെട്ടിയിരിക്കണം, ഞാൻ കോഴി കൊണ്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് കഥ?
അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു നെയ്ച്ചോറോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് വെക്കാൻ വിചാരിച്ചത്. ഫ്രൈഡ് റൈസിനുള്ള അരിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമ്മളെ ബസ്മതി അരി ഒന്നും അല്ലല്ലത്, ബിരിയാണിക്കുള്ള അരി ഇന്നാൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിലാണ് ഇപ്പോൾ വെക്കുന്നത് കേട്ടോ. ഏതായാലും ആകെ മൂഞ്ചിപ്പോയൊരു അടുക്കള ജീവിതമായിപ്പോയത്. അപ്പോൾ ഞാൻ ഉണ്ണിമോൾ ഇതാകണം കുറച്ച് ചിക്കൻ എടുത്ത് പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് വെക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നമ്മൾ പോയില്ല. ഇനിയിപ്പോൾ നമ്മളെ കിളിക പാറി പോയിക്കണം, ഇനിയിപ്പോൾ അത് വെക്കുക പറഞ്ഞിട്ടാണ് ഓള് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അവളോട് കുറച്ച് ഇറച്ചിയൊക്കെ പൊരിക്കാൻ പറഞ്ഞു, ഓള് പൊരിക്കുന്നുണ്ട്. മറ്റോക്കും തന്നെ വേറെ എന്തൊക്കെയോ ഒരു പണിയാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ ഇതാ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റപ്പായി വന്നിട്ട് പിന്നെയും വേണം കേട്ടോ അടുപ്പിൽ തീ കൂട്ടുക പറഞ്ഞില്ലേ. അപ്പോൾ അടുപ്പിൽ ഏതായാലും ഞാൻ തീ കൂട്ടില്ല എന്ന് വിചാരിച്ച് ഗ്യാസുമ്പോൾ തന്നെ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൂട്ടാം കേട്ടോ. ആകപ്പാടെ തലക്ക് പ്രാന്ത് ഇങ്ങനെ വന്നിക്കണം കേട്ടോ. കുറേ ദിവസമായി മന്തിക്ക് ഇങ്ങനെ പൂതിയായി തുടങ്ങണ്. അപ്പം അന്ന് നമ്മൾ ആ മയോണൈസൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കി അന്ന് തുടങ്ങിയതാണ് കേട്ടോ. അന്ന് ആ ഒരു മയോണൈസൊക്കെ തിന്നപ്പോൾ ആ തുടങ്ങിയതാണ് നമുക്ക് മന്തി തിന്നാനുള്ളൊരു പൂതി. പക്ഷെ അതിപ്പോൾ അടപടലം മൂഞ്ചിപ്പോയി. അത് ഇനി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഇല്ലതൊക്കെ കഷ്ണം നുറുക്കിയാണ്ട് വേഗം വെച്ചുണ്ടാക്കിയാണ്ട് തിന്നട്ടോ, അല്ലാതെ ഇപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാക്കണം വേഗം ഒന്ന് ഇറച്ചി പൊരിക്കലും ചോറ് ഊറ്റലും പറഞ്ഞിട്ട് ഒരുവിധ പരിപാടി അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെയാണ് മൂപ്പര് പറഞ്ഞത് കേട്ടോ, ഇന്ന് നിങ്ങൾ അങ്ങനെ പറയണ്ടേ, അങ്ങനെ കീസ് അങ്ങനെ പാർസലായിട്ട് വാങ്ങി പോരാനാണ് നിങ്ങൾ അങ്ങനെ പറയണേന്ന് വിശദമായിട്ട് പറയണേന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു കൊടുത്തതിൻ്റെ തെറ്റാണ് പോലും അത്, അല്ലാതെ അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് മൂപ്പര് ക്ഷമാപണം നടത്തിയത്. അപ്പോൾ ഇതാക്കണം എങ്ങനെ ഏതായാലും ഒരു 8-8:30 ആയപ്പോഴത്തേനും ചോറ് കൂട്ടാനൊക്കെ വന്നിക്കണം കേട്ടോ. നല്ല സാറും ചോറും കൂട്ടാനൊക്കെ വന്നിക്കണ്. ഇനിയിപ്പോൾ ഇതാക്കണ് ഇത് ഇന്ന് അല്ലാതെ ഒരു രക്ഷയില്ല. ഇതില്ലാത്തൊരു ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ്. കുറച്ച് കാണണമൊന്നുമില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇതില്ലാത്ത കാലങ്ങളും കൊല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഏതായാലും ഇത് നമ്മളെ ചോറ് എടുത്തോ, ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു ചോറ് കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഇതാക്കണം മുള്ളിപ്പത്തിറച്ച് ബന്ധാന്ന് തോന്നുന്നു ഇതിനുള്ളത്. കാരണം അരിയും ആ ഒരു അരിയും കൂടിയല്ല, ബസ്മതിയും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും അങ്ങനെയൊക്കെ മതി. കുഞ്ഞമ്മേൻ്റെ കുട്ടിയോ അമ്മായാളെ കുട്ടിയോ അങ്ങനെയൊക്കെ ആയി വരില്ല ഈ ഒരു ഫ്രൈസ്. അങ്ങനത്തെ ചോറ് ഞാനൊരു ചെമ്പട്ടി അങ്ങോട്ട് വെച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയോർക്ക് എടുത്ത് അങ്ങോട്ട് തിന്നാ ചേച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറച്ച് ഇറച്ചിപ്പൊരി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിങ്ങനെ അങ്ങനെ തോണ്ടി ഏതായാലും 4 കഷ്ണം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പൊരിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത്. കറി നല്ല കുറുമമായിട്ടാണ് വെച്ചത്. നമ്മളെ എന്താ പറയുക കടായി പോലെയൊക്കെയാണ് വെച്ചത്. അങ്ങനെയാണ് വെച്ചത്. ഇതും പറയുന്ന പോലെ തന്നെ ഏതൊക്കെയോ വകയിലൊരു ബന്ധത്തിലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒരു കുറവുണ്ടായിരുന്നു, എന്നാൽ എന്തൊക്കെയോ ഒരു കൂടുതലുണ്ടായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ഒരു ചോറിൻ്റെ ഒരു കഥ, ചോറും കൂട്ടാൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ. നേരം നോക്കുകയാണെങ്കിൽ ഒരുവിധം നേരം അയക്കുന്നത് ചോറ് തിന്നേണ്ടേ. നമ്മളിതൊരു 7-7:30 ആകുമ്പോഴത്തേനും ചോറിയിട്ട് കഴിയണതാണ്. അപ്പോൾ ഇവിടെ ഒരാളെന്താ ചോറിന് മടി കാത്തിക്കാണ്, പബ്ജിയും കളിക്കുന്നുണ്ട്, ടി വിയും കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇങ്ങനെ പോണത്. അപ്പോൾ ഇവിടുത്തെ വേറെ 2 കൂടി ഉണ്ടായിരുന്നു, അപ്പുറത്ത് വർത്താനം പറയാനായിട്ട് പോയതാട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നേരത്തൊക്കെ ചോറൊക്കെ തിന്നിതാക്കണ വർത്താനൊക്കെ പറഞ്ഞ് കുത്തിരിക്കണ നേരമാണ് ഈ ഒരു 8:30-9 ആകുന്നില്ല നേരമൊക്കെ. ഏതായാലും ഇന്നത്തെ ചോറൊക്കെ ഒരു കഥ തന്നെയായിരുന്നു മക്കളെ. അപ്പോൾ ചെടി ഇതാക്കണ നനച്ചിട്ടില്ല, ചെടി നനക്കാനൊന്നും നേരം കിട്ടിയില്ല. പിന്നെ തുണി കുപ്പായം തിരുമ്മി കൊണ്ടൊന്നും തോരട്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റ് മൂപ്പരനെ അങ്ങോട്ട് തോരട്ടിക്കണം കേട്ടോ. അത് അപ്പോൾ നമ്മളെ പാവം തോന്നിയിട്ടേക്കാരം മൂപ്പരനെ അങ്ങോട്ട് തോരട്ട്. അതിൽ മക്കളെ ഇതാക്കണം ഇപ്പോൾ ചോറൊന്നുമില്ല എന്നാണ് കുത്തിരിക്കുക കേട്ടോ. നേരം 9 മണിയായിട്ട് ഓൾക്ക് ചോറ് വേണ്ടെന്ന് അറിയുന്നത്. ഏതായാലും ഞങ്ങളായ സ്ഥിതിക്ക് ഞങ്ങളങ്ങോട്ട് ചോറുന്നട്ടെ, ഞങ്ങൾ 2 ആളും അങ്ങോട്ട് ചോറുന്നട്ടെ. ആദ്യം അച്ഛനും അമ്മയും തിന്നിട്ടല്ല അപ്പോൾ മക്കൾക്ക്. അപ്പോൾ ഓലൊക്കെ ഓരോരോ പണിക്കലും ഓരോരോ ബൈക്കലുമാണ്. അപ്പോൾ ഓൾക്ക് പള്ളക്ക് ബൈക്കുമ്പോൾ അങ്ങോട്ട് വന്നോളും തിന്നോളൂല്ലേ. അപ്പോൾ ആരും നിർബന്ധിക്കണമൊന്നുമില്ല, വേണമെങ്കിൽ ഓല് തിന്നോട്ടെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതാക്കണ ഒന്നുമൊക്കെയാണ് ചേരുന്നത്. തിന്നാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് തിന്നണുണ്ടല്ലേ. എങ്ങനെ നോക്കിയാലും ആ ഒരു ജീവനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് 2 പണിയും ചെയ്യണതല്ലേ. അപ്പോൾ നമ്മളെ ചോറിയിട്ട് ഇതാക്കണ ഉഷാറും ചോറിയിട്ട് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇത് പിന്നെ ഇതാക്കണ ഒരു തലേന്നത്തെ പരിപാടി കേട്ടോ. നമ്മൾ അമ്പലപരിപാടിക്ക് പോയതാണ്. ഈ ഒരു കൊല്ലമായിട്ട് അമ്പലപരിപാടിക്ക് തന്നെ പോയിട്ടില്ലേന്ന് കേട്ടോ. അപ്പോൾ ഘോഷയാത്രയിൽ ഇതൊന്നും പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മളിതാക്കണ നമ്മളെ സ്റ്റേജ് പരിപാടി കാണാനായിട്ട് വന്നേക്കാം കേട്ടോ. തൊട്ടടുത്തല്ല അമ്പലത്തിലെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു 8 മണിയായപ്പോൾ ഇതാകണേ നമ്മൾ പരിപാടിക്കൽ എത്തിക്കണം കേട്ടോ. നല്ല തെങ്ങും തോപ്പിലായിരുന്നു പരിപാടി. പിന്നെ ഇഷ്ടംപോലെ ഇരിക്കാനും സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് പരിപാടിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. നല്ല കുഞ്ഞു കുട്ടികളുണ്ട്. കൊല്ലം പിന്നെ നമ്മളെ മക്കളൊക്കെ അവിടെ നിന്നൊക്കെ മക്കളൊക്കെ ഡാൻസ് കളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യം ഇക്കൊല്ലം അവിടെ നിന്നൊന്നും ഏത് കുട്ടികളും ഇല്ല, നമ്മളെ കുട്ടികളും ഇല്ല, വേറെ ഏതൊരു കുട്ടികളും ഇല്ല. ഇതിപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ചുറ്റോടുള്ള കുട്ടികളൊക്കെയാണ് കളിക്കല്. പിന്നെ എന്താക്കണം അമ്മമാരുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ മാർക്കല്ല, അമ്മമാരൊക്കെ ഉഷാറായിക്കണ്. സ്റ്റേജ് മേലൊക്കെ കയറാനായിട്ട് മടിയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ അടുക്കളയിൽ എങ്ങനെ നിൽക്കുന്ന ആൾക്കാരും അല്ലല്ലോ.
അതൊക്കെ പണ്ടത്തെ പോലെ ആയിരുന്നില്ല. പണ്ടത്തെ പോലെ പിന്നെ പണിക്കൊക്കെ പോയിട്ട് പിന്നെ ഇതിനുള്ള നേരമൊന്നും ഓൽക്കില്ലേന്ന്. ഇപ്പം അതാകണം ഇങ്ങനെയുണ്ടോ, അമ്മമാരൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല തുള്ളി തുള്ളി ചാടി ചില്ലായിട്ടുള്ള ആൾക്കാരാണ് അമ്മമാർ തന്നെ. മക്കളമാർക്കൊക്കെ തന്നെയാണ് കേട്ടോ. ഓൽക്ക് എല്ലാത്തിനും ഇതാക്കണ് സ്വതന്ത്രമായി തുടങ്ങിയല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടിയത്. അപ്പോൾ ഇന്നലെ വരെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ. അപ്പോൾ ഞാൻ നാളെ വരാം. ബൈ ബൈ.